നമസ്കാരം. ബി.ജെ.പിയും ആർ.എസ്.എസും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? കഴിഞ്ഞ കുറച്ചു കാലമായി ബി.ജെ.പിയുടെ പ്രവർത്തകർക്കിടയിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ചോദ്യമാണിത്. ദേശീയ തലത്തിൽ ആദ്യമായാണ് ഇത്തരം ചർച്ചകളൊക്കെ തലപൊക്കി വരുന്നത് എങ്കിൽ പോലും കേരളത്തിൽ ഇത് ഏറെക്കുറെ മറനീക്കി പുറത്തു വന്നിരുന്നു. കാരണം കേരളത്തിലെ ബി.ജെ.പി നേതൃത്വവുമായി ആർ.എസ്.എസിന്റെ നേതൃത്വം അകലം പാലിക്കാൻ തുടങ്ങിയിട്ട് കാലം ഏറെയായി. പക്ഷേ ആഭ്യന്തര തർക്കങ്ങൾ ഒരിക്കൽ പോലും പുറത്ത് ചർച്ചയാകാതിരിക്കാൻ ഇരു കൂട്ടരും ജാഗ്രത പാലിക്കുകയും ചെയ്തിരുന്നു. കേരളത്തിൽ ആർ.എസ്.എസിന്റെ സംഘടനാ സംവിധാനം അത് ഇവിടെയുള്ള ബി.ജെ.പിയുടെ സംഘടനാ സംവിധാനത്തെക്കാൾ ഒരു പടി മുകളിലാണ് എന്നത് ഏതൊരു മലയാളിക്കും അറിയാവുന്ന കാര്യവുമാണ്. ഒരേ മരത്തിന്റെ ശാഖകളാണ് എങ്കിൽ പോലും ന്യൂനപക്ഷങ്ങളോടുൾപ്പെടെ ബി.ജെ.പിയും ആർ.എസ്.എസും സ്വീകരിക്കുന്ന സമീപനങ്ങളിൽ വ്യത്യാസമുണ്ട്. കേരളത്തിലെ ക്രിസ്തീയ സഭകളെയും ഉത്തർപ്രദേശിലെ പസ്മണ്ട മുസ്ലിങ്ങളെയും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ബി.ജെ.പിയുടെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചും ആർ.എസ്.എസിന് വ്യക്തമായ എന്നാൽ വ്യത്യസ്തമായ കാഴ്ചപ്പാട് ഉണ്ട് താനും. വാജ്പേയിയുടെ കാലഘട്ടത്തെ അപേക്ഷിച്ച് മോദിയുടെ കാലത്തിലേക്ക് എത്തുമ്പോൾ ബി.ജെ.പിക്കുള്ളിൽ ആർ.എസ്.എസിന്റെ സ്വാധീനം കുറഞ്ഞു വരികയാണോ എന്ന ചോദ്യത്തിന് കഴിഞ്ഞ ദിവസം കൃത്യമായ ഉത്തരം പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദ തന്നെ നൽകുകയും ചെയ്തിരുന്നു. വാജ്പേയിയുടെ കാലത്ത് ബി.ജെ.പിക്ക് മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ ആർ.എസ്.എസിനെ ആവശ്യമായിരുന്നു. കാരണം അന്ന് ബി.ജെ.പി ശൈശവഘട്ടത്തിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയായിരുന്നു. ഇന്ന് പാർട്ടി വളർന്നിരിക്കുന്നു. സ്വയം പ്രവർത്തിക്കാനുള്ള സംഘടനാ സംവിധാനവും ജനപിന്തുണയും ഒക്കെ ആർജിച്ചെടുത്തിരിക്കുന്നു. ആർ.എസ്.എസ് ഒരു സാംസ്കാരിക സംഘടനയാണെന്നും ബി.ജെ.പി ഒരു രാഷ്ട്രീയ പാർട്ടിയാണെന്നും ഇവ തമ്മിലുള്ള വ്യത്യാസം ഏറെ വലുതാണ് എന്നുമായിരുന്നു നദ്ദ വ്യക്തമാക്കിയത്. മോദി ഉൾപ്പെടെയുള്ള നേതാക്കളെ വളർത്തിയെടുത്ത സംഘടന ആർ.എസ്.എസ് ആണ്. ആർ.എസ്.എസിന്റെ ആശയങ്ങൾ തന്നെയാണ് ബി.ജെ.പി അധികാരത്തിലേറിയതിനു ശേഷം ഏറെക്കുറെ നടപ്പിലാക്കിയിട്ടുള്ളതും. എന്നിരുന്നാലും പാർട്ടിക്കുള്ളിൽ ആർ.എസ്.എസിന്റെ കൈകടത്തൽ കുറയുന്നു എന്ന് തന്നെയാണ് ദേശീയ നേതൃത്വം ഉൾപ്പെടെ വ്യക്തമാക്കിയത്. ഉത്തർപ്രദേശിൽ ഇപ്പോഴിതാ ഈ ഒരു അകലം അത് മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. നമുക്കറിയാം ബി.ജെ.പി ഏറ്റവും അധികം പ്രതീക്ഷ പുലർത്തുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. 80 സീറ്റുകളിൽ ഭൂരിഭാഗവും നേടി 2014-ലും 2019-ലും ബി.ജെ.പി അവിടെ മിന്നുന്ന വിജയം തന്നെ സ്വന്തമാക്കുകയും ചെയ്തിരുന്നു. ഈ നേട്ടങ്ങളൊക്കെ സ്വന്തമാക്കുന്നതിൽ ബി.ജെ.പി പ്രവർത്തകരുടെ അധ്വാനം മാത്രമായിരുന്നില്ല, മറിച്ച് ആർ.എസ്.എസിന്റെ ഭാഗത്തു നിന്നുള്ള ശക്തമായ പിന്തുണയും ആർ.എസ്.എസിന്റെ പ്രചാരകന്മാരുടെ വ്യക്തമായ പ്രവർത്തനങ്ങളും ഒക്കെ ബി.ജെ.പിയെ തുണച്ചിരുന്നു. എന്നാൽ ഇത്തവണ ആർ.എസ്.എസ് പഴയ ഊർജത്തോടെ യു.പിയിലെ പ്രചരണ രംഗത്ത് ഉണ്ടായിരുന്നില്ല എന്നത് വളരെ ശ്രദ്ധേയമാണ്. ആർ.എസ്.എസ് പ്രചാരകന്മാരെല്ലാം തന്നെ ആദ്യഘട്ടം മുതൽ തന്നെ പ്രചരണത്തിൽ പിന്നോട്ടാണ്. അതിന് കൃത്യമായ കാരണങ്ങൾ കൂടി അവർ നിരത്തുന്നുണ്ട്. ആർ.എസ്.എസിന്റെ പ്രവർത്തകനായ നിതേഷ് കുമാർ ശുക്ലയാണ് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിക്കൊണ്ട് ആദ്യമായി ദേശീയ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. അധ്യാപകനായ അദ്ദേഹത്തിന്റെ ജോലി സ്ഥിരപ്പെടുത്തുന്നത് അലഹബാദ് ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. ഇതോടുകൂടി അദ്ദേഹത്തിന് തൊഴിൽ നഷ്ടപ്പെടുന്നു. നിതേഷ് കുമാർ ശുക്ലയ്ക്ക് മാത്രമല്ല, മറിച്ച് നിരവധി ആർ.എസ്.എസ് പ്രവർത്തകർക്ക് ജോലി നഷ്ടമാകുന്നതടക്കമുള്ള ചില ഗുരുതരമായ പ്രശ്നങ്ങൾ യു.പിയിൽ നേരിടേണ്ടി വന്നു. സംസ്ഥാന സർക്കാർ വഞ്ചിച്ചു എന്നുള്ള തോന്നൽ ആർ.എസ്.എസിന്റെ പ്രവർത്തകർക്കിടയിൽ വളരെ ശക്തമാണ്. കാരണം യോഗി സർക്കാർ അധ്യാപകർക്കെതിരായുള്ള ഒരു നിലപാടാണ് ഹൈക്കോടതിയിൽ സ്വീകരിച്ചിരുന്നത്. അതേ തുടർന്ന് അധ്യാപക വൃത്തി ചെയ്യുന്ന നിരവധി ആർ.എസ്.എസ് പ്രവർത്തകർക്ക് സ്ഥിരമായി ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്തു. തങ്ങളുടെ സ്വന്തം സർക്കാരാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നത് ആദ്യഘട്ടത്തിൽ അവരെ വളരെയധികം അത്ഭുതപ്പെടുത്തിയിരുന്നു. മാത്രമല്ല മന്ത്രിമാരെയും മറ്റു നേതാക്കളെയും ഒക്കെ ആർ.എസ്.എസിന്റെ പ്രവർത്തകർ കണ്ടിരുന്നു. തങ്ങൾക്ക് അനുകൂലമായ നിലപാടെടുക്കാൻ നിരവധി തവണ കൂടിക്കാഴ്ചയ്ക്ക് ശ്രമിച്ചിരുന്നുവെങ്കിൽ പോലും ഇതൊന്നും ഫലം കണ്ടിരുന്നില്ല. പാർട്ടി നേതൃത്വത്തിനെതിരെ എങ്ങനെ പ്രതികരിക്കുമെന്നുള്ള വലിയ ആശങ്ക ഇവർക്കിടയിൽ നിലനിൽക്കുകയും ചെയ്തിരുന്നു. ഇതുവരെയും ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് ഉത്തർപ്രദേശിൽ ഒരു പ്രതിഷേധമോ ധർണയോ ഒന്നും നടക്കാതിരിക്കാനും അവർ പ്രത്യേകം ശ്രദ്ധിച്ചു. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾ ആയുധമാക്കുമെന്ന് മറ്റാരെക്കാളും വ്യക്തമായി, ഒരുപക്ഷെ ബി.ജെ.പിയേക്കാൾ വ്യക്തമായി ആർ.എസ്.എസിന് അറിയാമായിരുന്നു. സർക്കാരിനെതിരെ പ്രതിഷേധത്തിന് ഇറങ്ങാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെയാണ് തങ്ങൾ നിശബ്ദരായിരിക്കുന്നത് എന്നും കൂടി ആർ.എസ്.എസിന്റെ പ്രവർത്തകർ പറയുന്നുണ്ട്. സ്വന്തം ആളുകളുടെ ജീവിതം മെച്ചപ്പെടുത്താനായി സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് ആർ.എസ്.എസിന്റെ പ്രവർത്തകർ പറയുന്നത്. ബി.ജെ.പി സർക്കാരിന് കീഴിൽ ആർ.എസ്.എസിന്റെ പ്രവർത്തകരുടെ ജീവിതത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല എന്ന് മാത്രമല്ല, അവർക്ക് കൂടുതൽ ദുരിതം ഉണ്ടായിരിക്കുന്നു എന്നുകൂടി അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. ടിക്കറ്റ് വിതരണത്തിൽ ഉൾപ്പെടെ, അതായത് സ്ഥാനാർത്ഥിത്വം നൽകുന്ന കാര്യത്തിൽ ഉൾപ്പെടെ ആർ.എസ്.എസിനെ പൂർണ്ണമായും അവഗണിക്കുകയാണ് ബി.ജെ.പി ചെയ്തത്. ആർ.എസ്.എസ് അടിത്തറയുള്ള ബി.ജെ.പി പ്രവർത്തകരെ മാറ്റി നിർത്തിക്കൊണ്ട് പുറത്തുനിന്ന് വന്ന നേതാക്കൾക്ക് ധാരാളം സീറ്റ് നൽകിയതുൾപ്പെടെയുള്ള പ്രശ്നങ്ങളും ആർ.എസ്.എസും ബി.ജെ.പിയും തമ്മിൽ ഉത്തർപ്രദേശിൽ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ആർ.എസ്.എസിനെ ആവശ്യമേ ഇല്ല എന്ന തരത്തിലാണ് യോഗി ആദിത്യനാഥും അതിനോടൊപ്പം സംസ്ഥാനത്തെ ബി.ജെ.പി നേതൃത്വവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെയും സംഘപരിവാറിന്റെ നേതാക്കളെ വന്നു കാണാനോ ഈ പ്രശ്നത്തിൽ ഒരു
ഒത്തുതീർപ്പുണ്ടാക്കാനോ പോലും BJPയുടെ നേതൃത്വം ശ്രമിച്ചിട്ടില്ല എന്നതുകൂടി എടുത്തു പറയേണ്ടതുണ്ട്. പരസ്യ പ്രതിഷേധമൊന്നും RSSന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എങ്കിൽ പോലും പ്രചരണ രംഗത്ത് നിന്നും വിട്ടുനിന്നുകൊണ്ട് അവർ തങ്ങളുടെ പ്രതിഷേധം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. RSS നേതൃത്വത്തെ ഒപ്പം നിർത്താതെ അല്ലെങ്കിൽ RSS ഇല്ലാതെ മുന്നോട്ട് പോകുന്നത് BJPയെ എങ്ങനെ ബാധിക്കും എന്നതുകൂടി ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വരുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും. മോദി എന്നുള്ള വൻമരമാണ് BJP എന്ന പാർട്ടിയെ ജനകീയമാക്കിയത് എങ്കിൽ പോലും RSS എന്ന സംഘടന ഇല്ലായിരുന്നുവെങ്കിൽ BJP ഇന്ന് കാണുന്ന BJP ആകുമായിരുന്നില്ല.